അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ പരിശുദ്ധമായ മിഅ്റാജ് ദിനം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാളത്തെ മിഅ്റാജ് നോമ്പിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ മിഅ്റാജ് നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ചാണ്. അതുപോലെ മിഅ്റാജ് നോമ്പിന്റെ നീയത്തിനെ കുറിച്ചാണ്. മിഅ്റാജിന്റെ രാത്രിയിൽ അഥവാ ഇന്നത്തെ രാത്രിയിൽ നാം ചൊല്ലേണ്ട ദിക്റുകളും സ്വലാത്തുകളും ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ, ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. സാലിഹായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഹാജത്തുകൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ പരിശുദ്ധമായ മിഅ്റാജ് ദിനം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് മിഅ്റാജിന്റെ രാവെന്ന് പറയുന്നത്. ഒരു സൈക്കിൾ പോലും കണ്ടുപിടിക്കാത്ത കാലത്ത്, ഒരു യന്ത്രം പോലും കണ്ടുപിടിക്കാത്ത കാലത്ത് അള്ളാഹുവിന്റെ റസൂലിനെ ഏഴാകാശവും കടന്ന് അള്ളാഹുവിലേക്ക് കൊണ്ടുപോയ വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രിയോട് അനുബന്ധിച്ച് നാളെ പ്രത്യേകമായി റജബ് 27 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ റജബ് 27 നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അല്ലാഹു റസൂൽ എന്താ പഠിപ്പിച്ചത്? മൻ സാമ യൗമസ്സാബി വൽ 20 മിൻ റജബ്. ഒരാൾ റജബ് 27 നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കതബല്ലാഹു ലഹു 60 ശഹ്റാ. സുബ്ഹാനല്ലാഹ്, 60 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലമാണത്രേ റജബ് മാസത്തിലെ 27ാമത്തെ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അവനിക്ക് അല്ലാഹു കൊടുക്കുന്നത്. 60 മാസത്തെ നോമ്പിന്റെ കൂലി ചില്ലറ നോമ്പല്ല, റജബ് 27 നോമ്പ്. അതുകൊണ്ട് നമ്മളെ മജ്ലിസ് കാണുന്ന എല്ലാ ആളുകളും, ഉമ്മമാരും ഉപ്പമാരും സഹോദരിമാരൊക്കെ കഴിവിന്റെ പരമാവധി റജബ് 27 നാളത്തെ നോമ്പനുഷ്ഠിക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ഹദീസിലൂടെ റസൂലുള്ളാഹി പഠിപ്പിച്ചു, റജബ് 27 ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ 1000 നന്മ ചെയ്ത പ്രതിഫലം അല്ലാഹു കൊടുക്കും. ഒരൊറ്റ നോമ്പിന് 1000 നന്മ ചെയ്ത പ്രതിഫലം. അതുപോലെ തന്നെ 1000 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. ഒരു അടിമനെ മോചിപ്പിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ കൊടുക്കണം. ഒരടിമനെ നമ്മൾ ക്യാഷ് കൊടുത്ത് മോചിപ്പിക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. ആ സ്ഥാനത്ത് 1000 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ഒരൊറ്റ നോമ്പ് റജബ് 27 നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അല്ലാഹു നോൽക്കാനുള്ള ഭാഗ്യം നൽകട്ടെ, നോൽക്കാനുള്ള മനസ്സ് നമുക്കൊക്കെ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ പലർക്കും സംശയം ഉണ്ടാകും, എങ്ങനെയാണ് മിഅ്റാജ് നോമ്പിന്റെ നിയ്യത്ത് വെക്കേണ്ടത്? ഇന്നത്തെ രാത്രി നമ്മൾ നിയ്യത്ത് വെക്കണം. എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? നാളത്തെ മിഅ്റാജ് നോമ്പനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു. എങ്ങനെ? നാളത്തെ മിഅ്റാജ് നോമ്പനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ഇനി അതോടൊപ്പം തന്നെ നാളത്തെ റജബിലെ നോമ്പനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്നുകൂടെ നിയ്യത്ത് വെച്ചാൽ 2 നോമ്പിന്റെ പ്രതിഫലമുണ്ട്. നാളത്തെ മിഅ്റാജ് നോമ്പനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു, നാളത്തെ റജബിലെ നോമ്പനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ 2 നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇനി ഖളാ ആയ നോമ്പുണ്ടെങ്കിലോ അതുകൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എങ്ങനെയാ നിയ്യത്ത് വെക്കുക? റമദാൻ മാസത്തിൽ എനിക്ക് ഖളാ ആയ നോമ്പിനെ നാളെ നോമ്പനുഷ്ഠിക്കാൻ കരുതുന്നതോടൊപ്പം മിഅ്റാജ് നോമ്പിനെയും നാളത്തെ റജബിലെ നോമ്പിനെയും ഞാൻ കരുതുന്നു. അപ്പൊ 3 നോമ്പിന്റെ പ്രതിഫലം
പ്രതിഫലം കിട്ടും. നമ്മൾ റമദാനിൽ ഖളാ ആയ ഒരു നോമ്പ് വീടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇനി എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ രാത്രിയിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകളും ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും ഉണ്ട്. നിങ്ങൾ എപ്പോഴാണോ ഇത് കേൾക്കുന്നത് ആ സമയം മുതൽ ചൊല്ലി തുടങ്ങണം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമ്മൾക്കറിയാം, നമ്മൾ എപ്പോഴും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്. റജബ് മാസം കടന്നു വന്നപ്പോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞാണീ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇത് നമ്മൾ ധാരാളം ഈ സമയം മുതൽ ചൊല്ലി തുടങ്ങണം. അതുപോലെ തന്നെ ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട്. പരിശുദ്ധമായ റജബ് മാസം തുടങ്ങിയപ്പോൾ നമ്മൾ ധാരാളം ചൊല്ലിയിട്ടുണ്ട്. ഇന്നത്തെ രാത്രി, ഇന്നത്തെ ദിവസം മുതൽ ധാരാളം നമ്മൾ ചൊല്ലണം. ഏതാണത്? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. പറയും, നമുക്ക് അല്പം പറയാം. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. 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 ഇത് ധാരാളം ചൊല്ലണം. നമ്മൾ അല്പം മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ധാരാളം ഇത് നമ്മൾ ചൊല്ലണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 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 ഇന്നത്തെ രാത്രി ഈ സമയം മുതൽ ധാരാളം നമ്മൾ ചൊല്ലണം. നമ്മളിപ്പോൾ അല്പേ ചൊല്ലിയിട്ടുള്ളൂ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വലാത്തും സലാമും പറയണം. റസൂലിന് സ്വലാത്തും സലാമും പറയാം. അതെങ്ങനെയാണ്? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ മിഅ്റാജ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ ബുറാഖ്. പറയണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ മിഅ്റാജ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ ബുറാഖ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ മിഅ്റാജ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ ബുറാഖ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ മിഅ്റാജ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ ബുറാഖ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ മിഅ്റാജ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ ബുറാഖ്.
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ മിഅ്റാജ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ ബുറാഖ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ മിഅ്റാജ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ ബുറാഖ് അസ്സലാത്തു വസ്സലാമു عليك يا رسول الله الصلاة والسلام عليك يا صاحب المعراج الصلاة والسلام عليك يا صاحب البراق ഇത് ധാരാളം നമ്മൾ ചൊല്ലണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കാൻ വേണ്ടി ഉണ്ടായതാണ് മിഅ്റാജിന്റെ രാവെന്ന് പറയുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് സ്വലാത്തും സലാമും പറയണം. നല്ല എഫക്റ്റുള്ള ഒരു സ്വലാത്തും സലാമുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഈ റജബ് മാസത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. അതും ധാരാളം നമ്മൾ ചൊല്ലണം. നമ്മൾ അല്പം ചൊല്ലാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് നമ്മൾ ധാരാളം ചൊല്ലണം. നമ്മളപ്പോൾ അല്പേ ചൊല്ലിയിട്ടുള്ളൂ. ഇത് ധാരാളം നിങ്ങൾ ചൊല്ലണം. വെറുതെ ഇരിക്കല്ല. ഇത് മിഅ്റാജിന്റെ രാവാണ് ഉമ്മിനീങ്ങളെ. വെറുതെ ഇങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ല. എല്ലാവരും കമന്റ് രേഖപ്പെടുത്തണം കേട്ടോ. ആമീൻ പറയാം, അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയും. നിങ്ങൾ മജ്‌ലിസ് കാണുന്നുണ്ടോ എന്നല്ല അറിയണം. കുറേ ആളുകളെ മടിച്ചന്മാരായിട്ടും ഇങ്ങനെ ഇരിക്കുകയാണ്. കമന്റ് ഇടൂല, ഒന്നും ഇടൂല, ലൈക്കും ചെയ്യൂലേ. അതല്ല രസം. അല്ലാത്ത പിഷ്കന്മാരാട്ടോ. അല്ലാഹു കാക്കട്ടെ. ഞാനും ഇപ്പോൾ പിഷ്കത്തരം കാട്ടി നമ്മളെ മജ്‌ലിസ് ഉണ്ടാവുമോ? അതുപോലെ തന്നെ ഒരു തസ്ബീഹ് നമ്മൾ ചൊല്ലണം. ഏതാണത്? ഈ അവസാനത്തെ 10 റജബിൽ അവസാനത്തെ 10 ധാരാളം ചെല്ലാൻ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹിർ റഊഫ് 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 സുബ്ഹാനല്ലാഹിർ റഊഫ്
സുബ്ഹാനല്ലാഹിർ റഊഫ് സുബ്ഹാനല്ലാഹിർ റഊഫ് സുബ്ഹാനല്ലാഹിർ റഊഫ് സുബ്ഹാനല്ലാഹിർ റഊഫ് സുബ്ഹാനല്ലാഹിർ റഊഫ് സുബ്ഹാനല്ലാഹിർ റഊഫ് സുബ്ഹാനല്ലാഹിർ റഊഫ് സുബ്ഹാനല്ലാഹിർ റഊഫ് സുബ്ഹാനല്ലാഹിർ റഊഫ് സുബ്ഹാനല്ലാഹിർ റഊഫ് സുബ്ഹാനല്ലാഹിർ റഊഫ്. ഇത് ധാരാളം നമ്മൾ ഇന്നത്തെ രാത്രിയും ഇനി റജബ് കഴിയാൻ വളരെ കുറഞ്ഞ ദിവസമുള്ള അതിൻ്റെ ഉള്ളിൽ ധാരാളം നമ്മൾ ചൊല്ലി തീർക്കണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതുപോലെ ഇന്നത്തെ രാത്രി സുബ്ഹാനല്ലാഹ് നമ്മൾ കൂടുതൽ കാവൽ ചോദിക്കേണ്ടത് നരകത്തിനെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ റസൂലിന് സ്വർഗം കാണിച്ചു കൊടുത്തു, അള്ളാഹുവിന്റെ അർസും കുർസിയും ഒക്കെ കാണിച്ചു കൊടുത്തു. പക്ഷേ നരകം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വല്ലാതെ സങ്കടപ്പെട്ടു പോയി. കാരണം റസൂലുള്ളാഹിന്റെ ഒരുപാട് ഉമ്മത്തീങ്ങളെ നരകത്തിൽ കാണുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ നരകത്തിനെ കുറിച്ച്, നരകത്തിനെ തൊട്ട് നമ്മൾ ഇന്നത്തെ രാത്രി ധാരാളം കാവൽ ചോദിക്കണം. നമ്മൾക്ക് അല്പം ചോദിക്കാം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 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 اللهم أجرني من النار، 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 اللهم أجرني من النار. ചില ആളുകളോട് നരകത്തിനെ കുറിച്ച് കാവൽ ചോദിക്കാൻ പറഞ്ഞാൽ അവർ പറയും, ഞാൻ നിസ്കരിക്കണമൊക്കെ ഉണ്ട്, നോമ്പ് നോൽക്കണമൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ എന്തിനാ അപ്പം നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കണം, ഞാൻ സ്വർഗ്ഗത്തിലാണെന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്ത അമലുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്തിട്ടുണ്ടെന്ന് വല്ല ഉറപ്പുണ്ട് നമ്മളടുത്ത്? നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിലൊക്കെ മുഅ്മിനീങ്ങളെ എത്ര ന്യൂനതകളാണെന്നറിയോ? ശരിക്കും നമുക്ക് നിസ്കാരത്തിൻ്റെ ഫർള് അറിയോ? ഫാത്തിഹ സൂറത്ത് ഓതാൻ അറിയോ? അള്ളാഹു ഭാഗ്യം നൽകട്ടെ, സ്വർഗം നൽകട്ടെ. നരകത്തിനെ തൊട്ട് അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇനി നമ്മൾ ഇന്നത്തെ രാത്രി അതല്ലെങ്കിൽ ഈ സമയം മുതൽ ചൊല്ലിത്തുടങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തസ്ബീഹ് ഉണ്ട്. ഈ തസ്ബീഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സമ്മാനമായിട്ട് മുത്തുനബിക്ക് കൊടുത്താൽ നമുക്ക് തരാൻ വേണ്ടിയിട്ട്. ഏതാണ് ആ തസ്ബീഹ്? എല്ലാവർക്കും അറിയുന്ന തസ്ബീഹാണ്. നമ്മൾ ചൊല്ലൂല, നമ്മളിങ്ങനെ കടന്നുറങ്ങുമ്പോൾ മൊബൈലുമേയാണ് എല്ലാ ആളുകളും അങ്ങോട്ട് മൊബൈലിൻ്റെ അടിമയ്ക്കാണ്. ഉമ്മമാരും ഉപ്പമാരും ഒക്കെ. അല്ലാഹു കാക്കട്ടെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ തസ്ബീഹ് ധാരാളം നമ്മൾ ചൊല്ലണം. മറ്റേ ഒരു തസ്ബീഹ് ഉണ്ട്, സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ്. ഇതും ധാരാളം നമ്മൾ പറയാ. അതുപോലെ അഫ്ളൽ ദിക്ർ മറക്കാൻ പറ്റൂല. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ധാരാളം നമ്മൾ ചൊല്ലണം. അതുപോലെ നമ്മൾ പതിവായി ഓതുന്ന സൂറത്തുൽ വാക്യ മുടക്കാൻ പാടില്ല. യാസീൻ ഓതുക, സൂറത്തുൽ മുൽക്ക് ഓതുക, ഇതൊക്കെ നമ്മൾ പതിവായി ഓതുന്നതാണ്. സൂറത്തുൽ ളുഹ പാരായണം ചെയ്യുക. ഇന്നത്തെ രാത്രി ഹയാത്താക്കണേ, ഹയാത്താക്കണേ. അല്ലാഹുവിന്റെ ഇബാദത്തിലായി മുഴുകിക്കോളൂ. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് മിഅ്റാജിന്റെ രാവ്. ആ മിഅ്റാജിന്റെ രാവിലാണ് നമ്മളുള്ളത്. ഒരിക്കലും പാഴാക്കല്ല ഉമ്മ. അടുത്ത കൊല്ലത്തെ മിഅ്റാജിന്റെ രാത്രിയിൽ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ നമ്മളുടെ കയ്യിൽ ഗ്യാരണ്ടി ഇല്ല. ഇദാ ജാ അജലുഹാ, അല്ലാഹു നമ്മൾക്ക് നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ മലക്കെന്ന് പറയുന്ന അസ്റായീൽ അലൈഹിസ്സലാം നമ്മളെ വന്ന് റൂഹിനെ പിടിക്കുകയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല, അതിൽ മാറ്റങ്ങളില്ല. പിന്നെ നമ്മൾക്ക് അവധി നീട്ടിത്തരലില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നിങ്ങൾ ഹയാത്താക്കണേ, ഇബാദത്തിലാകണേ, തസ്ബീഹ് ചൊല്ലണേ, അതുപോലെ ദിക്റുകൾ അധികരിക്കണേ, ഖുർആൻ പാരായണം ചെയ്യണേ. നാളത്തെ ദിവസം നോമ്പ് ഒരിക്കലും ഒഴിവാക്കരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളത്തെ ദിവസം നോമ്പ് നോൽക്കാനുള്ള ആഫിയത്ത് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിവിടെ പറഞ്ഞ ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലിയത് ഖബൂൽ ചെയ്യണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. രക്ഷ നൽകണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിലെ ഐക്യവും സമാധാനവും നൽകണേ അല്ലാ. ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. സർവ്വ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. വീട് നൽകണേ അല്ലാ. നല്ല ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കഷ്ടപ്പാടുകൾ അകറ്റണേ അല്ലാ. എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകണേ അല്ലാ. സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. പൂർത്തീകരിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ. നാളെ നോമ്പ് അനുഷ്ഠിച്ചിട്ട് രാവിലെ 6 മണിക്ക് നമ്മളെ മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കുക. ആരും ഒഴിവാകരുത്. നോമ്പ് നോറ്റിട്ട് നമുക്ക് കുറച്ച് ദിക്റുകളും സലാത്തുകളൊക്കെ നാളെ രാവിലെ 6 മണിക്ക് നമ്മളെ മജ്ലിസിൽ ചൊല്ലണം. അതുകൊണ്ട് എല്ലാവരും നോമ്പ് പിടിച്ചുകൊണ്ട് അതേ സുബഹി നിസ്കാരത്തിന് ശേഷം ഉടനെ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മജ്ലിസ് അജ്മീർ ഖാജ പൊരുത്തപ്പെട്ട മജ്ലിസാണ്. മഹാനബറുകളുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ തുടങ്ങുക. മുത്തുനബിയുടെ പൊരുത്തല്ല മജ്ലിസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും അജ്മീർ ഖാജ തങ്ങളുടെ പേരിലും CM വലിയുല്ലാഹി തങ്ങളുടെ പേരിലും ആദ്യം ഫാത്തിഹ ഓതിയിട്ടാണ് നമ്മളെ 6 മണിക്കത്തെ രാവിലത്തെ 6 മണിക്കത്തെ മജ്ലിസ് നമ്മൾ തുടങ്ങാറുള്ളത്. അതുകൊണ്ട് അവരുടെ ബറക്കത്ത്, അവരുടെ സാന്നിധ്യം നമ്മളെ മജ്ലിസിൽ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.